കാല് പൊളിഞ്ഞതിന് ശേഷമില്ല എന്റെ ഒരു വാട്ട ഈറ്റിനിടെ കണ്ടാലോ. കാല് പൊളിഞ്ഞിരിക്കുന്നോടനെ എന്ത് വിചാരിച്ചാലും എല്ലാം കയ്യിലേക്ക് എത്തിച്ചു. രാവിലെ തന്നെ ഞാൻ നല്ല ചൂട് വെള്ളത്തിലാണ് ഈ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ നേരെ ചായ അടിക്കാൻ വേണ്ടി പോയി. ഇന്ന് എന്റെ വീട്ടിൽ അരിയും കടലാണ് ആക്കിയിട്ടുണ്ടായത്. അങ്ങനെ ചായലും കുടിച്ചതിന് ശേഷം ഒരു ഗുളിക കഴിക്കാനുണ്ടായിനി. ഈ ഒരു ഗുളിക വലിയ ഗുളിക ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വായിലിട്ട ഗുളിക വീണ്ടും പുറത്തേക്കാണ് വന്നിട്ടുണ്ടായിനി. അപ്പോഴേക്കും അതിന്റെ കയ്പ് നല്ലപോലെ ഇളകി. അങ്ങനെ എങ്ങനെയോ കടിച്ചു പിടിച്ച ആ ഒരു ഗുളിക ഞാൻ കഴിച്ചു തീർത്തിട്ടുണ്ട്. ഒരു 11 മണിയിലായപ്പം ഞാൻ ഈ ഒരു കളർ കേക്ക് കഴിച്ചു. എനിക്ക് പണ്ട് മുതലേ ഈ ഒരു കളർ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഒരു റസ്കും കൂടി കഴിച്ചു. ഇപ്പായിട്ട് ഞാൻ ചോക്ലേറ്റിന് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയി വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു ഡാർക്ക് ഫാന്റസിയും കൂടി കഴിച്ചു. പണ്ട് ഒട്ടും ചോക്ലേറ്റ് കഴിക്കാത്ത ഞാൻ ഇപ്പായിട്ട് ഭയങ്കരമായിട്ട് ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഡാർക്ക് ഫാന്റസി എല്ലാം കഴിച്ചതിന് ശേഷം ചെറുതായിട്ട് മെലിയണം എന്നൊരു ആഗ്രഹം മനസ്സിൽ വന്നുകൊണ്ട് തന്നെ ഞാൻ ഇപ്പായിട്ട് ഗ്രീൻ ടീ കൂടി കഴിക്കലുണ്ട്. എനക്കാണെങ്കിൽ അതിന്റെ രുചി ഒട്ടും പിടിക്കില്ല. ഫുഡ് മര്യാദക്ക് കൺട്രോൾ ചെയ്യാണ്ട് ഈ ഒരു ഗ്രീൻ ടീ കുടിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ കുടിക്കും. അങ്ങനെ ഉച്ചയായപ്പോൾ ഞാൻ നേരെ പോയി ചോറ് കഴിച്ചു. ചോറെല്ലാം വെച്ച് ഒരു 3 മണിയായപ്പോൾ ഞാൻ ഈ ഒരു യോഗട്ടും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ യോഗട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടം ബ്ലൂബെറിയുടെ ഫ്ലേവറിലെ യോഗട്ട്. അങ്ങനെ യോഗട്ടെല്ലാം കഴിച്ച് കുറച്ചു നേരം ഫോൺ നോക്കിയിരുന്നു. അതിനുശേഷം ഈ ഒരു ഓറഞ്ചിന്റെ ജ്യൂസും കൂടി കുടിച്ചു. അതിനുശേഷം ചെറുതായിട്ട് കാലുവേദന വന്നപ്പം ഞാൻ പോയി കിടന്നുറങ്ങി. ഒരു വൈകുന്നേരം ആയപ്പം ഈ ഒരു കേക്ക് കൂടി കഴിച്ചു. അങ്ങനെ കേക്കെല്ലാം കഴിച്ച ശേഷം ഫ്രിഡ്ജിൽ 2-3 ചോക്ലേറ്റ് കൂടി ഉണ്ടായിനി. അതും കൂടി ഞാൻ എടുത്ത് കഴിച്ചു. ഈ ഒരു ചോക്ലേറ്റിന്റെ മഞ്ച് നല്ല അടിപൊളിയാണ്. അമ്മ ഒരു വൈകുന്നേരം ആയപ്പം ചക്ക കുത്തിയിട്ടുണ്ടായിനി. അങ്ങനെ ചക്ക കൂടി കഴിച്ചു. ഇന്നലെ അമ്മ മുത്തപ്പന്റെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിനി. അപ്പൊ അടുത്തൊരു പ്രസാദം കൂടി കഴിച്ചു. അമ്മ വരുന്ന സമയത്ത് കടല മേടിച്ചിട്ടുണ്ടായിനി. ഒരു വൈകുന്നേരം ആകുമ്പോൾ ഞാനും കുഞ്ഞാവും പുറത്തിരുന്ന് കടല കഴിച്ചു. അച്ഛൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചായക്ക് പലഹാരം മേടിച്ചിട്ടുണ്ടായിനി. പഴംപൊരി, സമൂസ, പോക്കറ്റ് ഷവർമ, കല്ലുമക്കായ, ഇങ്ങനെ കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിനി. സമൂസയും പഴംപൊരിയും എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പോക്കറ്റ് ഷവർമയാണ് എടുത്തിട്ടുണ്ടായത്. കുഞ്ഞാക്ക് വേണ്ടാത്തതുകൊണ്ട് അതും എനിക്കെന്നെ തന്നു. അതിനുശേഷം ഒരു കല്ലുമക്കായ കൂടി കഴിച്ചിട്ടുണ്ടായിനി. ഒരു സന്ധ്യ ആകുമ്പോൾ ഞാൻ നേരെ പോയി ചോറ് കഴിച്ചു. അതിനുശേഷം 2 വലിയൊരു ഗുളിക കൂടി ഉണ്ട്. ഗുളികയും കഴിച്ച് വീണ്ടും ഈ ഒരു ചോക്ലേറ്റിന്റെ മഞ്ചും കഴിച്ച് നേരെ പോയി കിടന്നുറങ്ങി.